നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ താൻ കളിച്ച ടൂർണമെന്റിൽ ഗോളടിക്കാതെ മടങ്ങിയിരിക്കുന്നു. 6ാമത്തെ യൂറോ കപ്പാണ് അദ്ദേഹം ഇത്തവണ കളിച്ചത്. എല്ലാ മത്സരങ്ങളിലും പോർച്ചുഗൽ കളിച്ച എല്ലാ കളികളിലും അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയെങ്കിലും ഒറ്റ ഗോൾ പോലും താരത്തിന് നേടാൻ കഴിഞ്ഞില്ല. ക്രിസ്ത്യാനോ കഴിഞ്ഞ മത്സരത്തിന്റെ സമയത്ത് പറഞ്ഞിരുന്നു, ഇത് തൻ്റെ അവസാനത്തെ യൂറോ കപ്പാണെന്ന്. അവസാന യൂറോ കപ്പും കളിച്ച് പടിയിറങ്ങിയ താരം ഇനി പോർച്ചുഗലിന്റെ ജേഴ്സിയിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുമോ? അതാണ് ചോദ്യം. അതായത് നേരിട്ട് ചോദിച്ചാൽ ക്രിസ്ത്യാനോ വിരമിക്കുമോ? വിരമിക്കൽ പ്രഖ്യാപനം വരുമോ? ഈ ചോദ്യം പോർച്ചുഗീസ് കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ഇന്നലെ ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? നമ്മളത് പരിശോധിക്കുന്നു. അതോടൊപ്പം പെപ്പയോട് ചോദിക്കുന്നു, നിങ്ങൾ വിരമിക്കുകയല്ലേ? അതായത് അവസാന കളി കളിച്ചു കഴിഞ്ഞോ പോർച്ചുഗലിനായിട്ട്? 41 വയസ്സായല്ലോ അദ്ദേഹത്തിനും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റിട്ടയർമെന്റിനെ കുറിച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ചോദ്യം. അദ്ദേഹത്തോട് വളരെ വിശദമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ, നിങ്ങളോട് എന്തെങ്കിലും തീരുമാനം പറഞ്ഞോ? നിങ്ങൾ സംസാരിച്ചിരുന്നോ? റിട്ടയർ ചെയ്യുകയാണോ? ഇനി കളിക്കുമോ? അതിൽ അദ്ദേഹത്തിന് മറുപടി, നോ ക്രിസ്ത്യാനോ, അങ്ങനെയൊന്നും ഇപ്പോൾ സംസാരിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു ടൂർണമെന്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സ്വപ്നം ഇവിടെ തകർന്നു. ആ ഒരു പരാജയത്തിന്റെ വേദനയിൽ ഇരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എടുക്കാനുള്ള സമയമല്ല. ഈ സ്റ്റേജിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമല്ല. ഏതായാലും ക്രിസ്ത്യാനോ അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പൊ തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ റോബർട്ടോ മാർട്ടിനസ് തുറന്നു പറയുന്നു. അതേസമയം പെപ്പെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, താൻ തീരുമാനമെടുത്തിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ പറയേണ്ട സമയമായിട്ടില്ല, ആ സമയത്ത് അറിയിക്കുമെന്നാണ്. റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞ പോലെ തന്നെ റൂബൻ നെവസും പറയുന്നു, അത് അവര് നിങ്ങളോട് പറയും. ഇപ്പൊ എന്തായാലും അത്തരത്തിലൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല എന്ന്. റൂബൻ നെവസ് വിശദമായിട്ട് ഈ രണ്ട് താരങ്ങളെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നമുക്കെല്ലാവർക്കും അറിയാം, അവർ രണ്ടുപേര് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള റെഫറൻസ് ആയിരുന്നു ഞങ്ങളുടെ രാജ്യത്തിന്, ഞങ്ങളുടെ ഫുട്ബോളിന്. അവര് വിജയത്തോടുകൂടി മടങ്ങാൻ ഒരു മടക്കം അർഹിച്ചിരുന്നു. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എന്തായാലും അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ ഞങ്ങളുടെ മുന്നിൽ ഒരു എക്സാമ്പിളാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കളിക്കളത്തിൽ മാത്രമല്ല, കളിക്കളത്തിന് പുറത്തും അങ്ങനെ തന്നെയാണ് എന്നാണ് റൂബൻ നെവസ് പറഞ്ഞത്. എന്തായാലും എല്ലാവരും ക്രിസ്ത്യാനോയെ ബഹുമാനിക്കുന്നു, പെപ്പയെ ബഹുമാനിക്കുന്നു. പക്ഷെ കളിക്കളത്തിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയൊക്കെ ക്രിസ്ത്യാനോ പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്യപ്പെട്ട പോലെയാണ് കളിക്കളത്തിൽ കണ്ടിരുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.